Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടേതാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള ചിക്കൻ മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികളായിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊന്നും തന്നെ ആവശ്യമില്ല. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ കുറേ ടൈം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെറുതെ ടൈം കളയാൻ വേണ്ട. എന്നാൽ നമ്മുടെ സാധാരണ ബിരിയാണീൻ്റെ അതൊരു ടേസ്റ്റും കിട്ടുന്നുമുണ്ട്. അപ്പോൾ ബാച്ചിലർ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുന്നവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നെയ്ച്ചോറാക്കിയിട്ടാണ് കേട്ടോ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് കാര്യമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പണിയേ ഉള്ളൂ. മസാല വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വഴിയെ പറയാം. അപ്പോൾ 1 കിലോ ബിരിയാണി അരി വെച്ചിട്ടാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 200 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. നല്ല മൊരിച്ചെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് കളറൊക്കെ മാറ്റി ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുതിരയും ചേർക്കണം എന്നുണ്ടെങ്കിൽ സവാള ചേർക്കുന്നതിന് മുന്നേ ഒന്ന് അണ്ടിപ്പരിപ്പും ഉണക്കമുതിരയും ഒന്ന് വറുത്ത് കോരിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് സവാള ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ സവാളയ്ക്ക് ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നെയ്യിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഒരു 6-7 ഗ്രാമ്പു, പിന്നെ കുറച്ച് ഏലക്കായ, ഒരു 5-6 ഏലക്കായ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്ച്ചോറ് പോലെയാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ അരി അളന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ബിരിയാണി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ബിരിയാണി അരിയാണ്. അപ്പോൾ നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നീട് നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവറിന് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചോറ് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം അവിടെ വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കുള്ള ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നാൽ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നേ ഉള്ളൂ. ഒന്ന് കളർ മാറ്റിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂണിയുടെ ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവി മിക്സിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളി മസാലകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേവി മിക്സിലേക്ക് ഈ ഒരു ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മൂണിയുടെ ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സ് വരുന്നത് 300 ഗ്രാമിൻ്റെ ഒരു പാക്കായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 കിലോ ബിരിയാണിക്ക് ഈ ഒരു ഗ്രേവി മിക്സിൽ ചിക്കൻ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നേരിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ ഈ ഒരു ഗ്രേവി മിക്സിലൊന്ന് വേവിച്ചെടുത്താലും മതിയാവും.
അപ്പോൾ അത്യാവശ്യം നല്ല കായത്തിലുള്ള ബിരിയാണിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 750 ഗ്രാം അരിയിലേക്ക് ഈ ഒരു 300 ഗ്രാമിൻ്റെ ഗ്രേവി മിക്സ് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ കൂടുതൽ കായൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 1 കിലോ റൈസിലേക്ക് ഈ ഒരു ഗ്രേവി മിക്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ മോണിയുടെ ഗ്രേവി മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു മിക്സ് ഉള്ളത്. അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാത്ത ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഗ്രേവി മിക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കുറച്ച് സമയം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു മസാലയൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദം ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല വേറൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് റൈസ് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ റൈസും മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്നിട്ടുള്ള സവാള ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ മുകളിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ പിന്നെ ഒന്ന് ദം ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ മോണിയുടെ ബിരിയാണി മിക്സ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സംഭവം നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി മിക്സ് 4 ഫ്ലേവറിൽ വരുന്നുണ്ട്. ചിക്കൻ്റെ മിക്സ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മട്ടനും ബീഫൊക്കെ വേറെ വേറെ ഇട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും, വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. സംഭവം കൊള്ളാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.